ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അർദ്ധവാർഷിക മൂല്യനിർണ്ണയം 2024 അതായത് സെക്കൻഡ് ടൈം എക്സാം ക്രിസ്മസ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്ലാസ് 7ാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലി അതായത് മലയാളം സെക്കൻഡ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എക്സാമാണ് വരുന്നത്, നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി പോവുക. മലയാളം എക്സാമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ നിർദ്ദേശങ്ങളൊക്കെ നന്നായിട്ട് വായിച്ച് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആൻസർ അക്ഷരത്തെറ്റില്ലാതെ എഴുതണം. മലയാളം എക്സാമാണ്. ടൈമൊക്കെ കൺട്രോൾ ചെയ്തിട്ട് എല്ലാ ആൻസറും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 7ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതേപോലെ ഡിസ്കസ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം വായിക്കാം എഴുതാം അല്ലേ. മരം നട്ട മനുഷ്യൻ. ആൽപ്സ് പർവ്വതം പ്രോവിൻസിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം. സഞ്ചാരികൾ പോകാറില്ലാത്ത ഒരു മലമ്പ്രദേശത്തു കൂടി ഞാൻ തനിച്ച് ബഹുദൂരം നടക്കുകയായിരുന്നു. 3 ദിവസം നടന്നപ്പോൾ മരുവൽക്കരിക്കപ്പെട്ട ഭൂമിയിൽ പണ്ടെങ്ങോ വരണ്ടുപോയ ഒരു അരുവിക്കരയിൽ ഞാൻ എത്തപ്പെട്ടു. ഈ ഊഷരഭൂമിയിൽ വെള്ളം കണ്ടെത്താനാവുമെന്ന പ്രതീക്ഷയെ നഷ്ടപ്പെട്ടു. അപ്പോൾ അകലെ ഒരു മരത്തിൻ്റെ കുറ്റി പോലെ എന്തോ ഒന്ന് കാണാനായി. അത്ഭുതം! അതൊരു ആട്ടിടയനായിരുന്നു. വരണ്ടുണങ്ങിയ മണ്ണിൽ അയാളുടെ ചുറ്റുമായി 30 ആടുകൾ. മലമടക്കുകൾക്കിടയിലെ തൻ്റെ കുടിലിലേക്ക് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഈ മലഞ്ചെരുവിൽ ഓക്കുമരങ്ങൾക്കിടയിൽ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന 3-4 ഗ്രാമങ്ങൾ എനിക്ക് നന്നായി അറിയാം. മരം കത്തിച്ചു കരി ഉണ്ടാക്കി വിൽക്കലാണ് ഗ്രാമീണരുടെ ജോലി. ജീവിതം ഇവിടെ മഹാകഷ്ടമാണ്. തണുപ്പ് കാലത്ത് അതിശൈത്യം, വേനലിൽ ദുസ്സഹമായ ചൂടും വരൾച്ചയും. മനുഷ്യരുടെ അത്യാഗ്രഹം അവരെ നാശത്തിലെത്തിച്ചിരിക്കുന്നു. അതിനു പുറമെ സിരകളെ വലിച്ചു മുറുക്കുന്ന നശിച്ച കാറ്റും. പിറ്റേന്നു രാവിലെ ഇടയൻ്റെ കൂടെ ഞാനും നടക്കാൻ പോയി. അയാളുടെ കയ്യിൽ എൻ്റെ വിരലിൻ്റെ വണ്ണവും ഒരു വാര ഏകദേശം 90 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കമ്പിയുണ്ടായിരുന്നു. തോളത്ത് വിത്തുകൾ നിറച്ച ഒരു സഞ്ചിയും. കുറച്ചു ദൂരം നടന്ന് അയാൾ കമ്പി കൊണ്ട് നിലത്തോട്ട് ദ്വാരമുണ്ടാക്കി. എന്നിട്ട് ഒരു വിത്ത് അതിലിട്ട് മണ്ണിട്ടു മൂടി. ഓ, അയാൾ ഓക്ക് നടുകയാണ്. ഈ സ്ഥലം നിങ്ങളുടേതാണോ? ഞാൻ ചോദിച്ചു. അല്ലെന്ന് അയാൾ പറഞ്ഞു. ഇത് പൊതുഭൂമിയാവണം. ആരാണിതിൻ്റെ ഉടമസ്ഥൻ എന്നറിയാൻ അയാൾക്കൊരു താല്പര്യവും ഇല്ല. അയാൾ അത്യുത്സാഹത്തോടെ വിത്തുകൾ നട്ടുകൊണ്ടേയിരുന്നു. ഇനി ഈ ഒരു ഖണ്ഡിക വായിച്ച് ഇതിന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ് നിങ്ങൾക്കുള്ള ചോദ്യം. ഫസ്റ്റ് ചോദ്യം, ഊഷരഭൂമി എന്നതിൻ്റെ അർത്ഥം എന്ത്? വെള്ളത്തിൽ മുങ്ങിപ്പോയ ഭൂമി, ചതുപ്പ്, വരണ്ട ഭൂമി, കുന്നിൻ പ്രദേശം. ഉത്തരം എന്താണ്? മൂന്നാമത്തതാണ് വരണ്ട ഭൂമി അല്ലേ. ഇനി രണ്ടാമത്തെ ചോദ്യം, സഞ്ചാരികൾ പോകാറില്ലാത്ത മലമ്പ്രദേശത്തു കൂടി നടക്കുമ്പോൾ ദൂരെ മരക്കുറ്റി പോലെ അയാൾക്ക് കാണാനായതെന്ത്? എന്താണ്? ഒരു ആട്ടിടയനെയാണ് അല്ലേ. മൂന്നാമത്തെ ചോദ്യം, സഞ്ചാരി എത്തിച്ചേർന്ന ഗ്രാമത്തിലെ കാലാവസ്ഥ ദുസ്സഹമാണ്. ഗ്രാമത്തെ ഈ അവസ്ഥയിലേക്ക് നയിച്ചത് എന്ത്? എന്താണ്? മനുഷ്യരുടെ അത്യാഗ്രഹം. ഇനി നാലാമത്തെ ചോദ്യം, ഓക്കുമരം നടുന്ന ഇടയൻ്റെ പ്രവൃത്തി മഹത്തരമാകുന്നത് എങ്ങനെ? പൊതുഭൂമിയിൽ അത്യുത്സാഹത്തോടെ അയാൾ വിത്തുകൾ നട്ടുകൊണ്ടേയിരുന്നു. ആരാണ് ഭൂമിയുടെ ഉടമസ്ഥൻ എന്നറിയാൻ അയാൾക്കൊരു താല്പര്യവും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ചോദ്യമാണ്. അടുത്ത പ്രവർത്തനം നോക്കാം. പ്രതികരണക്കുറിപ്പ് എഴുതാനാണ്. ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ട് അല്ലേ. വന്യമൃഗങ്ങൾ റോഡ് മുറിച്ച് കടക്കുന്നു, യാത്രക്കാർ ശ്രദ്ധിക്കുക അല്ലേ. കാട്ടിലൂടെ പോകുന്ന ഈ റോഡ് മുറിച്ച് കടക്കുന്നത് മൃഗങ്ങളാണോ? കാട് ആരത് എന്ന കവിതാഭാഗത്തെ മുൻനിർത്തി പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രതികരണക്കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാട് ആരുടേതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കാടിന് എന്താണ് സംഭവിച്ചതെന്ന് വിശകലനം ചെയ്തിട്ടുണ്ട്. സ്വന്തം നിരീക്ഷണങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഉചിതമായ ഭാഷ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ശ്രദ്ധിച്ചിട്ട് വേണം പ്രതികരണക്കുറിപ്പ് എഴുതാൻ. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രതികരണക്കുറിപ്പ് എഴുതാമെന്ന് നോക്കാം.
കാട് ആരത് എന്ന കവിതയിൽ നാം പഠിച്ചതാണ് കാട് അങ്ങനെ വെറുതെ ഉണ്ടായതല്ല, അത് നട്ടു വളർത്തിയതുമല്ല. അതിന് ഉടമസ്ഥരായ ഒരുപാട് പേർ കാട്ടിൽ വസിക്കുന്നുണ്ട്. ഒരുപാട് ജീവജാലകങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്. അങ്ങനെ ഒട്ടനവധി ജീവജാലകങ്ങൾ കാടിനെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്ത് നാം കാട് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ കാടിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതുമൂലം ഒരുപാട് ആവാസ വ്യവസ്ഥയാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിത മുന്നോട്ടുള്ള പോക്കിൽ കാടുകൾ നശിപ്പിക്കുകയും അവിടെ ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് മൂലം പ്രകൃതിയെയാണ് നാം ദോഷം ചെയ്യുന്നത്. അതുമൂലം ഒരുപാട് മൃഗങ്ങൾക്കും വന്യജീവികൾക്കും ആപത്ത് സംഭവിക്കുന്നു, അവരുടെ വംശം തന്നെ ഇല്ലാതാകുന്നു എന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഇതിനെ ഒരു പ്രതികരണക്കുറിപ്പാക്കിയിട്ട് തയ്യാറാക്കാവുന്നതാണ്. ഇനി ബി അതിൽ ചോദിച്ചിട്ടുണ്ട്, കാട് ആരത് എന്നതിൻ്റെ അർത്ഥം എന്ത്? കാട്ടിൽ ആരാണ്? കാട് ആരുടേത്? കാട് നശിപ്പിക്കരുത്. എന്താണ് കാട് ആരുടേത് എന്നാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഈ കാട് ആരത് എന്ന് പറയുന്ന കവിത നമ്മളെ ചാനലിൽ അതിൻ്റെ മീനിങ്ങും ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഉത്തരം ഹെൽപ്പായിരിക്കും. അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 3A നിവേദനമാണ്. നിള സംഗ്രഹാലയം പൊന്നാനിയിൽ പരിപാലിക്കുന്ന മിയാവാക്കി വനം. അല്ലേ, ചിത്രം കണ്ടില്ലേ നിങ്ങൾ? ഇനി മിയാവാക്കി വനത്തെ കുറിച്ചിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? തരിശു ഭൂമിയിലും ചുരുങ്ങിയ കാലം കൊണ്ട് സ്വാഭാവിക വനങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമെന്ന ആശയം നടപ്പാക്കിയത് ജപ്പാനീസ് സസ്യശാസ്ത്രജ്ഞനായ അകിര മിയാവാക്കിയാണ്. 150-200 വർഷം കൊണ്ട് രൂപപ്പെടുന്ന സ്വാഭാവിക വനങ്ങളെ അതേ രീതിയിൽ പരമാവധി 30 വർഷം കൊണ്ട് സൃഷ്ടിച്ചെടുക്കാമെന്ന ആശയമാണ് മിയാവാക്കി വനം. വനവൽക്കരണത്തിന് സ്ഥലപരിമിതി ഏറെയുള്ള നഗരങ്ങളിൽ വൈവിധ്യമാർന്ന മരങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് വളർത്തിയെടുക്കാമെന്നതാണ് മിയാവാക്കി വനങ്ങളെ ഏറെ ആകർഷകമാക്കുന്നത്. ഒരു ചതുരശ്ര മീറ്ററിൽ 3-4 ചെടികളാണ് വേണ്ടത്. വള്ളിച്ചെടികൾ, കുറ്റിച്ചെടികൾ, ചെറുമരങ്ങൾ, വൻമരങ്ങൾ എന്നിവ ഇടകലർത്തി നടുന്നത് വഴി വനത്തിനുള്ള പല തട്ടിലുള്ള ഇലച്ചാർത്ത് ഉറപ്പാക്കുന്നു. അടുപ്പിച്ച് നടുമ്പോൾ ചെടികൾ സൂര്യപ്രകാശത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ കൂടുതൽ ഉയരത്തിൽ വളരുവാൻ ചെടികൾ ശ്രമിക്കുന്നു. ഓരോ സ്ഥലത്തും സ്വാഭാവികമായി വളരുന്ന ചെടികളും മറ്റും കണ്ടെത്തിയാണ് മിയാവാക്കി വനം സൃഷ്ടിക്കുന്നത്. അപ്പോൾ നമുക്കുള്ള ചോദ്യം എന്താണ്? കുറഞ്ഞ സ്ഥലത്തും വൈവിധ്യമാർന്ന മരങ്ങൾ നട്ടു വളർത്താവുന്ന മിയാവാക്കി വനത്തിൻ്റെ നിർമ്മാണ രീതികൾ പരിചയപ്പെട്ടല്ലോ. നിങ്ങളുടെ പഞ്ചായത്തിലും ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു മിയാവാക്കി വനം വെച്ചു പിടിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് നൽകുന്നതിനുള്ള ഒരു നിവേദനം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിവേദനം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. നിവേദനത്തിനൊരു ഘടനയുണ്ട് അല്ലേ? ആദ്യം ഒരു സംബോധന ചെയ്യണം. അതായത് റെസ്പെക്റ്റഡ് എന്ന് പറയില്ല നമ്മൾ, ബഹുമാനപ്പെട്ട. ഉള്ളടക്കം വേണം, അതിനൊരു ഉള്ളടക്കം വേണം. വിശദാംശങ്ങൾ എന്താണോ കാര്യങ്ങൾ അത് വിശദീകരിച്ച് എഴുതണം. അഭ്യർത്ഥന അല്ലേ, കൺക്ലൂഷൻ ചെയ്യുമ്പോൾ ഒരു അഭ്യർത്ഥനയായിട്ട് എഴുതണം. ഇതൊക്കെ പാലിച്ചിരിക്കണം. പിന്നെ പ്രശ്നം എന്താണെന്ന് അതിൽ ഉൾക്കൊള്ളണം. പരിഹാര നിർദ്ദേശങ്ങൾ എന്താണെന്ന് അതിലുണ്ടായിരിക്കണം. ഔദ്യോഗിക കത്തിൻ്റെ ഘടന പാലിക്കണം. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ നിവേദനത്തിൻ്റെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇതിലെ രണ്ടാമത്തെ ബി ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ഫാത്തിമ തുരുത്ത് എന്ന കവിത എഴുതിയതാരെ? കുരീപ്പുഴ ശ്രീകുമാർ, അക്ബർ കക്കട്ടിൽ, പ്രകാശ് ചെന്തളം. ആരാണ്? കുരീപ്പുഴ ശ്രീകുമാർ എന്നാണ് ആൻസർ വരുന്നത്. അടുത്ത പ്രവർത്തനം ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. അനാവൃഷ്ടി എന്ന് പറയുന്ന ഒരു കവിത ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? ഇടവം പോയി കാലവർഷത്തിനെന്താണാവോ, ഇടിവെട്ടുന്നില്ലൊരു മിന്നലും കാണുന്നില്ല, കുടിനീരില്ല കിണറൊക്കെയും വറ്റി കാഷ്ടം, കുടിലും വീടും തോടും പാടവും വരണ്ടല്ലോ, ഇടയച്ചെറുക്കന്മാർ കന്നുകാലികളായിട്ടിവിടം വിട്ടിട്ടെങ്ങോ പോകുന്നു തണ്ണീരിനായി. എം.എൻ. പാലൂർ എഴുതിയ ഒരു കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് കവി സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? ജലസമൃദ്ധമാവേണ്ട ഇടവപ്പാതിയിൽ വരൾച്ച പിടിമുറുക്കി എന്നത് എങ്ങനെ മനസ്സിലാക്കാം? ഇടയച്ചെറുക്കന്മാർ കന്നുകാലികളുമായി സ്ഥലം വിടാൻ കാരണമെന്ത്?
വരികളിലെ അക്ഷരങ്ങളുടെ ആവർത്തനം കാവ്യഭംഗി വർദ്ധിപ്പിക്കാൻ എങ്ങനെ സഹായകമാകുന്നു? ഇത്രയും ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. കവിത വായിച്ച് തന്നിരിക്കുന്ന ചോദ്യങ്ങളിലൂടെ ആസ്വാദനാംശങ്ങൾ കണ്ടെത്തി അനാവൃഷ്ടി എന്ന കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കവിതയുടെ ആശയങ്ങൾ സ്വാംശീകരിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണോ ഒരു കവിത തന്നിട്ടുള്ളത് അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് വേണം നിങ്ങൾ എഴുതാൻ. ഉദാഹരണങ്ങളും തെളിവുകളും ചേർത്ത് സ്വന്തം നിരീക്ഷണങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേ. കവിതയുടെ സൗന്ദര്യതലം, ആശയങ്ങളുടെ സമകാലിക പ്രസക്തി എന്നിവ കണ്ടെത്തി യുക്തിപൂർവം അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഉചിതമായ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആസ്വാദനക്കുറിപ്പിൻ്റെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഇവിടെ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ എം.എൻ. പാലൂർ എഴുതിയ അനാവൃഷ്ടി എന്ന ഈ കവിതയിൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചാണ് കവി സൂചിപ്പിക്കുന്നത്. അതായത് ഇടവം പോഴി എന്നും കാലം വർഷത്തിനെന്താണാവോ ഇടിവെട്ടുന്നില്ല എന്നൊരു മിന്നലും കാണുന്നില്ല എന്നതിലൂടെ കാലാവസ്ഥയുടെ മാറ്റങ്ങളെക്കുറിച്ചാണ് കവി ഇവിടെ വേവലാതിപ്പെടുന്നത്. കുടിനീരില്ലാതെ കിണറുകളൊക്കെ വറ്റിയെന്നും കഷ്ടമാണെന്നും വീടുകൾ തോറും പാടങ്ങളെല്ലാം വരണ്ടു എന്നും കവി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇടയച്ചക്കന്മാരെ കന്നുകാലികൾക്കായിട്ട് ഇവിടം വിട്ടിട്ട് വെള്ളം തിരഞ്ഞ് മറ്റു നാടുകളിലേക്ക് പോകുന്നു എന്നും കവി വേവലാതിപ്പെടുന്നുണ്ട്. മനോഹരമായിട്ടാണ് കവി കാലാവസ്ഥയുടെ വ്യതിയാനത്തെക്കുറിച്ച് കവിതയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ജലസമൃദ്ധമാവേണ്ട ഇടവപ്പാതിയിൽ വരൾച്ച അനുഭവപ്പെടുന്ന വരികൾ നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കും. കാലം തെറ്റിയുള്ള കാലാവസ്ഥയുടെ വരവിനെ മനോഹരമായ വാക്കുകളിലൂടെയാണ്, ശൈലികളിലൂടെയാണ് കവി ഈ ഒരു അനാവൃഷ്ടി കവിതയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതാവുന്നതാണ്. ഇതേ ചോദ്യം തന്നെ നിങ്ങൾക്ക് വരണമെന്നില്ല. അപ്പോൾ ഏത് ചോദ്യം എഴുതിയാലും ആ ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന ഘടന പാലിച്ച് വേണം നിങ്ങൾ എഴുതാൻ. അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ 5ാമത്തെ പ്രവർത്തനത്തിൽ ഒരു കാർട്ടൂൺ തന്നിട്ടുണ്ട് അല്ലേ. കാർട്ടൂൺ വിശകലനമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ് കാർട്ടൂണിൽ? ഭാര്യ ഭർത്താവിനോട് പറയാണ് അല്ലേ, എനിക്കൊരു പട്ടുസാരി മേടിച്ച് തന്നില്ലെങ്കിൽ പച്ചക്കറി കഴുകിയ വെള്ളം കുടിച്ച് ആത്മഹത്യ ചെയ്യും പറഞ്ഞേക്കാം. കാർട്ടൂൺ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പ്രശ്നത്തെ, സന്ദർഭത്തെ വിശകലനം ചെയ്ത് പ്രസക്തമായ ആശയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാം. എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഈ കാർട്ടൂണിൽ നിന്നും ഇന്ന് പച്ചക്കറിയിൽ എത്രത്തോളം വിഷം അടിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നാം നട്ടു വളർത്തുന്ന പച്ചക്കറികളിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകും. എന്നാൽ മാർക്കറ്റിൽ നിന്നും കൊണ്ടുവരുമ്പോൾ പച്ചക്കറികൾ കഴുകി ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം തന്നെയാണ് ഇല്ലാണ്ടാകുന്നത്. ഇങ്ങനെയൊക്കെ കൂടുതൽ പോയിന്റുകൾ ഉൾക്കൊള്ളിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കുറിപ്പുകൾക്കും മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് തന്നെ വരണം എന്നില്ല, പല മോഡലായിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ അത് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത പ്രവർത്തനം ഉപന്യാസമാണ്. കേരളത്തിന് കൈത്താങ്ങായി തമിഴ് താരവും. ചെന്നൈ. കാഞ്ചന സിനിമയിലൂടെ ഇന്ത്യ ഒട്ടാകെ ആരാധകരെ സമ്പാദിച്ച നടനും സംവിധായകനുമായ രാഘവ ലോറൻസ് കേരളത്തിൻ്റെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് 1 കോടി രൂപ സംഭാവന നൽകി. ചെറുപ്പത്തിൽ ഒരുപാട് ദുരിതം അനുഭവിച്ചു വളർന്നതിനാൽ സഹജീവികളോട് കാണുന്ന സ്നേഹത്തിൻ്റെയും കരുണയുടെയും പേരിലാണ് അദ്ദേഹം ജനഹൃദയങ്ങൾ കീഴടക്കിയത്. പ്രതിഫലത്തിൻ്റെ ഭൂരിഭാഗവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് നടൻ ഉപയോഗിക്കുന്നത്. 2018 പ്രളയത്തിൽ കേരളം തകർന്നപ്പോൾ ധനസഹായവുമായി ആദ്യം എത്തിയവരിൽ ഒരാൾ രാഘവ ലോറൻസ് ആയിരുന്നു. കേരളത്തിൻ്റെ പ്രകൃതി എനിക്ക് വളരെ ഇഷ്ടമാണ്. ദൈവത്തിൻ്റെ സ്ഥലം പോലെ തോന്നുന്നു. പക്ഷേ പ്രളയം വന്നപ്പോൾ അവിടെയുള്ള വീടുകൾ എല്ലാം ഇടിഞ്ഞു വീണു. പ്രകൃതി തന്നെ പ്രളയത്തിൽ മുഴുവനായി തകർന്നു. ആ കാഴ്ച എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ആ തുക ഉപയോഗിച്ച് പരമാവധി വീടുകൾ നിർമ്മിച്ച് നൽകാനാണ് ഞാൻ ആവശ്യപ്പെട്ടത്. ആ 1 കോടി കൊടുക്കാതെ വീട്ടിൽ വച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ കുറച്ച് സ്ഥലം വാങ്ങുമായിരിക്കും, അല്ലെങ്കിൽ സ്വർണമോ വാഹനമോ ആഡംബരത്തിനു വേണ്ട മറ്റെന്തെങ്കിലും സാധനമോ വാങ്ങുമായിരിക്കും. അതൊക്കെ വെറും വസ്തുക്കളല്ലേ. പക്ഷേ ആ തുക കൊണ്ട് എത്രയോ ആളുകളുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞത് എനിക്ക് അതിനേക്കാൾ സന്തോഷം നൽകുന്നു, അദ്ദേഹം പറഞ്ഞു. പത്രത്തിൽ വന്ന വാർത്തയാണ്, പത്രവാർത്ത. ചോദ്യം എന്താണ്? നാട്ടുജീവിതത്തിൻ്റെ ഓരങ്ങളിൽ അർത്ഥശൂന്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചില നിരർത്ഥക
പ്രവർത്തനങ്ങൾ, കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കരകയറ്റാം എന്ന കഥയിലും നാം കണ്ടു. ആവശ്യ സന്ദർഭങ്ങളിൽ സ്വന്തം താൽപ്പര്യങ്ങളെ മാറ്റി നിർത്തിയും മറ്റുള്ളവർക്ക് സഹായകമാവാൻ തയ്യാറാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കുക. ഇതിൽ തന്നെ ബി ആയിട്ട് വെള്ളത്തിൽ വീണ പൂച്ച നേരത്തെ മാടിയിൽ അഭയം തേടിയതാവും. അടിവരയിട്ട പദത്തിന് പകരം പദം എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. കിണർ, തൊടി, മാളം എന്നാണ്. മാളമാണ് ആൻസർ. ഇനി നമുക്ക് ഉപന്യാസം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. ഏതൊരു വിഷയമാണോ നിങ്ങൾക്ക് തരുന്നത് അതുമായിട്ട് സന്ദർഭവുമായി ബന്ധപ്പെട്ട പരമാവധി ആശയങ്ങൾ നിങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കണം. പിന്നെ ഉപന്യാസത്തിൻ്റെ ഘടന പാലിക്കണം. എന്തൊക്കെ വേണം? തലക്കെട്ട് വേണം, ഒരു തുടക്കം വേണം, അതിൻ്റെ പ്രധാന ആശയങ്ങൾ വേണം, വിശദീകരണങ്ങൾ വേണം, പിന്നെ ലാസ്റ്റ് ഒരു ഉപസംഹാരം അല്ലെ, കൺക്ലൂഷൻ വേണം. വിഷയവുമായി ബന്ധപ്പെട്ട് തൻ്റെ നിരീക്ഷണങ്ങളും നിലപാടുകളും യുക്തിയും ഉദാഹരണവും സഹിതം സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് നമുക്കൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ, നമ്മുടെ വേർഷൻ, അത് നിങ്ങൾ എഴുതണം. ആശയങ്ങളും നിലപാടുകളും വായനക്കാരിൽ എത്തിക്കാൻ അനുയോജ്യമായ ഭാഷ ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷ, നല്ല രീതിയിൽ അക്ഷരത്തെറ്റില്ലാതെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപന്യാസത്തിൻ്റെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഇത്രയുമാണ് ഈ ഒരു ചോദ്യ പേപ്പറിൻ്റെ ആൻസേഴ്സ്, അതിൻ്റെ പോയിൻറ്റ്സൊക്കെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.